ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഞാൻ പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അതെന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോയത് ഇപ്പോൾ എന്തിനാന്ന് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും. ഇതുപോലെ സാനിറ്ററി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പെരിന്തൽമണ്ണ ആനമങ്ങാട്, അതാണ് സ്ഥലം. ഐറസ്റ്റാപ്പ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. എൻ്റെ സൗണ്ട് ഇത്തിരി പ്രശ്നമാണ് കേട്ടോ, കാരണം നല്ല ചുമയായിരുന്നു കേട്ടോ 2 ദിവസമായിട്ട്. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ ഈ ചുമ വന്നു കഴിഞ്ഞാൽ എനിക്ക് മാറാൻ കുറച്ച് പാടാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതും ഇടയ്ക്ക് വെച്ച് ഫുഡ് കഴിക്കുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മതി. ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും എന്തിനാ ഇത്രയും ദൂരം ഇത് വാങ്ങിക്കാനായിട്ട് പോയെന്ന് വിചാരിക്കും. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ടാണോ അങ്ങോട്ട് പോയതെന്നാവും ചിലരുടെ ചിന്ത. അപ്പോൾ അതങ്ങനെ ചിന്തിക്കുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉള്ളതാണെങ്കിൽ ഒരു 2-3 ഷോപ്പിലൊക്കെ അന്വേഷിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് വില ഒക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷമാണല്ലോ നമ്മൾ വാങ്ങിക്കുക. അങ്ങനെ ഞങ്ങൾ ഒരു 3-4 ഷോപ്പിലേക്ക് ഇങ്ങനെ കൊട്ടേഷൻ കൊടുക്കില്ലേ, നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നൊക്കെ കിട്ടിയത് ഒരു 1 ലാഖിന്റെ പുറത്ത്, ഏകദേശം 1.5 ലക്ഷത്തിന്റെ അടുത്ത് വരുന്ന ഒരു എമൗണ്ടിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങളുടെ വീട്ടിൽ ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്യുന്ന ഒരാളുണ്ട്. ആളുടെ പേര് ഫൈസൽ എന്നാണ്. അപ്പൊ ആളാണ് പറഞ്ഞത്, ആൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഈ ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശനി ഞായറൊക്കെ ആൾക്ക് മലപ്പുറം ഭാഗത്താണ് വർക്ക് ഉണ്ടാവുക. അപ്പൊ ആളാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെയും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയും കൂടി ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു എമൗണ്ട് ഒക്കെ. അപ്പൊ ചിലർ വിചാരിക്കും ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റംസ് ആയിരിക്കും എന്ന്, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അന്വേഷിച്ച് നോക്കിയത് പോലെ തന്നെയാണ് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഷോപ്പ് വരുന്നത് പെരിന്തൽമണ്ണയിൽ നിന്ന് കുറച്ചും കൂടി നീങ്ങിയിട്ട് ആനമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഞങ്ങൾ പോയത് സൺഡേയിലാണ് കേട്ടോ. സൺഡേയിൽ അപ്പൊ 2 സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 ലേഡി സ്റ്റാഫാണ് ഉണ്ടായിരുന്നത്. അവർ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. പിന്നെ സാധനങ്ങളുടെ ക്വാളിറ്റിനെ കുറിച്ചിട്ടും ഏതാണ് നമുക്ക് നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ 2300 സ്ക്വയർ ഫീറ്റ് ആണ് ഞങ്ങളുടെ വീട്. അപ്പൊ അതിലേക്ക് വേണ്ട എല്ലാ സാനിറ്ററി ഐറ്റംസും ഇവിടുന്ന് തന്നെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതിലിടാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വോയിസും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞു തരുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ബാക്ക് സൈഡിൽ പ്ലംബിങ്ങിന്റെ പൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എനിക്ക് ഈ ഷോപ്പിന്റെ ബാക്ക് സൈഡിൽ ഒരു ഗോഡൌണും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ചിലർ വിചാരിക്കും ഇത്രയും ദൂരം പോയിട്ട് എന്തിനാ അപ്പൊ ഇതൊക്കെ എടുക്കണെന്ന് വിചാരിക്കും. ഞങ്ങള് ഒരു 1500 ഇവിടെ പെട്രോൾ അടിച്ചിട്ട് ഇവിടെ കുറെ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ ഒരു 1500 ഇവിടെ പെട്രോൾ അടിച്ചിട്ട് ഇങ്ങോട്ട് പോയപ്പോ ഞങ്ങൾക്ക് അതിൽ നഷ്ടമൊന്നും വന്നിട്ടില്ല. എല്ലാം കൊണ്ട് ലാഭം തന്നെ വന്നിട്ടുള്ളൂ കേട്ടാ. നമുക്ക് 4 ബാത്റൂമാണ് ഉള്ളത്. ഈ 4 ബാത്റൂമിലേക്കുള്ള എല്ലാ ഐറ്റംസും, അതായത് സോപ്പ് വെക്കുന്നത് അടക്കം, ഏങ്കർ അടക്കം എല്ലാ ഐറ്റംസും, പിന്നെ വാഷ് ബേസിൻ, അതിലേക്കുള്ള പൈപ്പ്, മിറർ, പിന്നെ അതുപോലെ തന്നെ ഏങ്കർ. പിന്നെ ഞങ്ങളുടെ കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. അപ്പൊ അതിലേക്ക് വേണ്ട സിങ്ക്, പൈപ്പ് ഒക്കെ വേറെ വേറെ ആണല്ലോ. അപ്പൊ അതൊക്കെ എല്ലാം ഇവിടുന്ന് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ദൂരം പോയാലും ഒരു ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ ആ ഐറ്റംസ് നമുക്ക് നല്ലത് കിട്ടണം, അതിനനുസരിച്ചുള്ള പൈസ എമൗണ്ട് നമുക്ക് അതിൽ നിന്ന് കുറവായി കിട്ടണം. അതല്ലേ നമ്മൾ എപ്പോഴും ചിന്തിക്കുള്ളൂ. അപ്പൊ അത് പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ല തൃപ്തിയായിട്ടുള്ള പർച്ചേസിങ് തന്നെ ആയിരുന്നു കേട്ടോ. ഇത് അവരുടെ ഷോപ്പിന്റെ ബാക്ക് സൈഡിൽ വരുന്ന ഗോഡൌൺ ആണ് കേട്ടോ. അപ്പൊ അവര് കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടി ഇങ്ങോട്ടും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെയും കൂടി ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്.
അങ്ങനെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ലെമൺ ജ്യൂസ് ആയിരുന്നു. പക്ഷെ ആ ഒരു ദാഹത്തിന്റെ സമയത്ത് അത് കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. നമ്മൾക്ക് എടുത്തു തരുന്ന ഓരോ സാധനത്തിനെ കുറിച്ചിട്ടും അവർ വിശദമായിട്ട് തന്നെ നമുക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതിപ്പോ ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലാത്തതാണോ അതെല്ലാം അവർ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സിംഗിൾ ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും നമുക്കിത് ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഇത് നമുക്ക് ഇതിൻ്റെ ഇവിടെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഷവർ ടൈപ്പായിട്ട് നോർമൽ ടൈപ്പായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് കിച്ചണിൽ നമുക്കിത് നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. നന്നായിട്ടുണ്ടല്ലേ അത്, മറ്റേതിനെ അപേക്ഷിച്ച് നന്നായിട്ടുണ്ടല്ലേ ഷവർ. ഇത് നല്ലതാണ്, നല്ല ഫോഴ്സ് ഉണ്ട്. ഇതൊരു 3 എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കിച്ചണിന്റെ പൈപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്ന ആളുണ്ടല്ലോ, ആൾ അവിടുത്തെ മാനേജറും കൂടിയാണ് കേട്ടാ. ഇപ്പൊ ബാത്റൂമിൽ വെക്കാൻ വേണ്ടിട്ട് ഈ ഒരു ആങ്കർ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ മറ്റുള്ള ബാത്റൂമിലേക്കൊക്കെ സാധാ ആങ്കറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള പൈപ്പുകളാണ് കേട്ടോ കാണിക്കുന്നത്. കുറച്ചും കൂടെ ക്വാളിറ്റി വൈസ് ഒക്കെ അതായത് ലിക്വിഡ് ഡിസ്പെൻസറാണ് വരുന്നത്. ഇതിൽ നമുക്ക് സോപ്പും ലിക്വിഡും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ലിക്വിഡ് ഫില്ല് ചെയ്തിട്ട് കിച്ചണിലാണെങ്കിൽ യൂസ് ചെയ്യാം, ഇനി ടോയ്ലറ്റിലാണെങ്കിൽ സോപ്പ് ഷാമ്പു യൂസ് ചെയ്യാം. കിച്ചണിലാണെങ്കിൽ നമുക്ക് സോപ്പും നമ്മുടെ ലിക്വിഡ് ഫെയറി പോലത്തെ ഡിഷ് വാഷ് അതും കൂടെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല യൂസ്ഫുൾ ആണ്. ക്വാളിറ്റിയുള്ള സ്റ്റീൽ അത് വരുന്നത്, നല്ലൊരു മോഡലാണ്. ഇത് ഗ്ലാസ് ടൈപ്പ് ആണല്ലേ ബോട്ടിൽ? ഇത് ബോട്ടിൽ ഗ്ലാസ്സാണ് വരുന്നത്. പ്രീമിയം ആയിട്ടാണ് കേട്ടോ. ഇതിൽ നമുക്ക് നോർമൽ ആണെന്നുണ്ടെങ്കിൽ സ്റ്റീലിൽ വരുന്നതുണ്ട്. ഇത് കുറച്ച് പ്രീമിയം ആയിട്ടാണ് വരുന്നത്. 304 സ്റ്റീലാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഓപ്പൺ കിച്ചണിലേക്ക് വെക്കാനുള്ളത്. മതി, മോൾക്ക് ഇഷ്ടമുള്ള എടുത്തോ. ഇപ്പൊ നമ്മളുടെ വീടിന് വേണ്ട എല്ലാ സാധനങ്ങളും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ബില്ലും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടാ. പിന്നെ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ബജാജിന്റെ സർവീസും ഉണ്ട് ഇവിടെ. എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ അവര്. സൺഡേ ആയതുകൊണ്ട് സ്റ്റാഫ് എല്ലാവരും ഇല്ലല്ലോ, ഇവർ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഓഫീസ് റൂമും എല്ലാം ഒന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു, ബില്ലും സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വന്നത് 1 lakhന്റെ താഴെയാണ് കേട്ടാ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൊണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു സാനിറ്ററി പർച്ചേസിംഗ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഐറൺ സ്റ്റാപ്പിലേക്കുള്ള വഴി. ഈ ഐറൺ സ്റ്റാപ്പിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുള്ളൂ കേട്ടോ. കാരണം നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി, എമൗണ്ട് എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ഒരു സാധനം പർച്ചേസ് ചെയ്യുക. അപ്പൊ അതിനൊക്കെ കൂടിയിട്ട് ഒത്തുണ്ടെങ്കിൽ ഒരു സ്ഥലം കൂടിയിട്ടാണ് ഇട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പട്ടാമ്പി വഴിയാണ് തിരിച്ചു വന്നത്. മറ്റത് ആദ്യം പൊന്നാനി വഴിയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. തിരിച്ചു പോകുമ്പോൾ പട്ടാമ്പി വഴിയാണ്. പക്ഷെ ഞങ്ങൾ പെട്ടുപോയിട്ട, കാരണം വഴിയിൽ എല്ലായിടത്തും പൂരത്തിന്റെ തിരക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് വീട്ടിലെത്താനായിട്ട്. അപ്പൊ അതിലിടക്ക് എന്റെ ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പോകുമ്പോ പട്ടാമ്പി വഴി പോയാൽ മതി എന്നാണ് ആള് പറഞ്ഞത്. പട്ടാമ്പി വഴി പോകുമ്പോ നല്ല എളുപ്പത്തിൽ എത്തും നമുക്ക്, അതുകൊണ്ടാണ് അങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞത്. പക്ഷെ വഴിയിൽ ഇങ്ങനെ പൂരം ഉണ്ടാവും, തിരക്കുണ്ടാവും എന്ന് നമുക്ക് അറിയില്ലല്ലോ. ഈ ഒരു തിരക്ക് കാരണം മാത്രമായിട്ട് നമ്മൾ വൈകിയത്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവര് പറഞ്ഞ സമയത്തിന് തന്നെ സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് ബില്ലെല്ലാം സെറ്റിൽ ആക്കിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അവരിവിടെ എത്തിക്കുമ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ സാധനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ നേരെ ഞങ്ങൾ താമസിക്കുന്നത് വേറെ സ്ഥലത്താണ്, വീട് പണി നടക്കുന്നത് വേറെ സ്ഥലത്താണ്. അപ്പൊ അവര് വീട് പണി നടക്കുന്നിടത്തേക്കാണ് സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റും കൂടിയിട്ട് ഉണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടുന്ന് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 8 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും നമ്മളിപ്പോ വീട് പണിയുന്ന സ്ഥലത്തേക്ക്. അപ്പൊ അവിടേക്ക് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് അവര് ഗിഫ്റ്റും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് വരേണ്ട വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് അവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ചെറിയൊരു ഗോൾഡ് ആണ് കേട്ടോ. അപ്പൊ ഗോൾഡ് ഇപ്പൊ ചെറുതായാലും വലുതായാലും നമുക്ക് ആ ഒരു ഗിഫ്റ്റ് കിട്ടുന്ന വലിയ സന്തോഷമാണല്ലോ. പ്രത്യേകിച്ച് ഇപ്പൊ ഗോൾഡിന് നല്ല റേറ്റും കൂടിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് സന്തോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ നോമ്പിനായിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നോമ്പ് തുറന്നിട്ട് പോകാന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആള് നിന്നില്ല, ആൾക്ക് പെട്ടെന്ന് പോകണം, പെരിന്തൽമണ്ണ എത്തണല്ലോ. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്